കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ 5 വർഷക്കാലം ഒരു പ്രതിപക്ഷ MLA എന്നുള്ള നിലക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഒരു അംഗീകാരമാണ് കൽപ്പറ്റ മണ്ഡലത്തിൽ മത്സരിച്ച ടി സിദ്ദീഖിന് ഒരു വലിയ ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത്. 45,103 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടി. 10 വർഷം ഈ സംസ്ഥാനം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് ജനവിരുദ്ധ ഭരണം നടത്തുകയും വയനാടിനെ അവഗണിച്ചുകൊണ്ട് വയനാടിന്റെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് ഇടതുപക്ഷ മുന്നണി സ്വീകരിച്ചത്. വയനാട്ടിലെ മെഡിക്കൽ കോളേജ് ആയാലും കർഷകരുടെ പ്രശ്നമായാലും തൊഴിലാളികളുടെ പ്രശ്നമായാലും ഈ പ്രശ്നത്തിനൊക്കെ ഒരു അനുകൂല സമീപനം സ്വീകരിക്കാൻ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. ഈ വിഷയങ്ങളൊക്കെ കേരള നിയമസഭയിൽ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച നേതാവായിരുന്നു ടി സിദ്ദീഖ്. 5 വർഷക്കാലത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടിയാണ്, നാടിന് വേണ്ടിയാണ്, നാട്ടിലെ വികസന പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായപ്പോൾ അവിടെ ആദ്യം ഓടിയെത്തി അവിടുത്തെ ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച ഒരു MLA ആയിരുന്നു ടി സിദ്ദീഖ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം വയനാട്ടിലെയും കേരളത്തിലെയും പൊതുസമൂഹം അംഗീകരിച്ചതാണ്. ടൗൺഷിപ്പിന്റെ വീട് കൊടുക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ അദ്ദേഹത്തെ അവഹേളിക്കാൻ ശ്രമിച്ചു. അവിടുത്തെ മുണ്ടക്കയിലെ ജനങ്ങളും കേരള സമൂഹവും അതിനെതിരായി പ്രതികരിച്ചു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ മുണ്ടക്കൈ മേപ്പാടി പഞ്ചായത്ത് ഉൾപ്പെടെ വലിയ ഭൂരിപക്ഷം കൽപ്പറ്റയിൽ ടി സിദ്ദീഖിന് കിട്ടിയത്. ഈ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ അഹങ്കരിക്കില്ല. പക്ഷേ ഈ ഭൂരിപക്ഷം തന്ന ജനങ്ങൾക്ക് വേണ്ടി 5 വർഷക്കാലം UDFന്റെ ഗവൺമെന്റിൽ വയനാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന സമീപനമാണ് ടി സിദ്ദീഖ് സ്വീകരിക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ കമ്മിറ്റി വളരെ അടുക്കുചിട്ടോടുകൂടി എല്ലാ ഭാഗം ജനങ്ങളെയും എല്ലാ പാർട്ടികളെയും UDFന്റെ എല്ലാ ഘടകകക്ഷികളെയും ഒരുമിച്ച് നിർത്തി അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു UDFന്റെ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ജനങ്ങൾ ടി സിദ്ദീഖിന് ഇത്ര വലിയ ഭൂരിപക്ഷം കൊടുത്ത കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളെയും അഭിനന്ദിക്കുന്നു. ഈ വിജയം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ UDFന്റെ നിയോജക മണ്ഡല കമ്മിറ്റി അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുമെന്ന് ഈ വേളയിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു.